ശ്രീ പ്രകാശം മാസ്റ്റർ, CPIM മുതിർന്ന നേതാവ്. പ്രകാശം മാസ്റ്റർ, ഈ ചായ കുടിക്കാൻ പോയത് BJP കേന്ദ്രതലത്തിൽ കോൺഗ്രസ് കേന്ദ്രതലത്തിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ രൂപപ്പെടുത്തുന്ന ഇത്തരത്തിൽ അധികാര കസേര ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ, ആ നീക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണം തന്നല്ലേ പ്രിയങ്ക ഗാന്ധി മോദിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്? ശ്രീ പ്രകാശം മാസ്റ്റർ. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര നിർലജ്ജമായാണ് BJPയും കോൺഗ്രസും പരസ്പരം വോട്ടുകൾ കൈമാറിയത് എന്നുള്ളതിൻ്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് CPMനും അതുപോലെ LDFിൻ്റെ ഗവൺമെൻറ്റിനുമെതിരായിട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാജ പ്രചരണം എന്താണ്? എന്തോ കേരളത്തിൽ BJPയും CPMും തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണല്ലോ. അതിനുവേണ്ടി അവർ ഉദാഹരിക്കുന്ന കാര്യം എന്താ? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോയി. ആ കാര്യങ്ങൾ ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ CPMും BJPയും തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് നട്ടാൽ പൊടിക്കാത്ത കളവ് പ്രചരിപ്പിക്കാൻ അവർ മുന്നോട്ടേക്ക് വന്നത്. എന്നാൽ എന്താണ്, ഏത് ഗവൺമെൻറ്റിന് ആതിഥ്യമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് BJPയുടെ ഗവൺമെൻറ് ഈ കഴിഞ്ഞ 11 കൊല്ലക്കാലമായി പൊതുവിലും മൂന്നാമത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം വിശേഷിച്ചും നടപ്പായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം നേരത്തെ തൊഴിൽ നിയമത്തിലുള്ള ഭേദഗതി ബില്ല് പാസ്സാക്കി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത് നടപ്പാക്കുകയാണ്. ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് എത്രയെത്ര പദ്ധതികളിലാണ് നേരത്തെ കോൺഗ്രസ് പാസ്സാക്കിയ പദ്ധതികളിലെ പേര് മാറ്റി ഏതെങ്കിലും RSSകാരൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് അവയെല്ലാം നവീകരിച്ച് എന്നുള്ളതിലേക്ക് അവതരിപ്പിക്കാൻ ഇവർ മുന്നോട്ടേക്ക് വന്നത്. ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താ? ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കേൾക്കാത്ത രൂപത്തിൽ 4 ദിവസക്കാലം കൊണ്ട് ഒരു ബില്ല് നിയമമാക്കി അംഗീകാരം വാങ്ങിച്ചിരിക്കുന്നു. ഇത്ര ധൃതി പിടിച്ച് ഇവിടെ കാര്യങ്ങൾ നടത്തേണ്ട കാര്യം എന്താ? അത് എന്താ ചെയ്തിരിക്കുന്നത്? ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് CPMൻ്റെ മുൻകൈയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു തൊഴിൽ അവകാശ നിയമം, തൊഴിൽ കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യതപ്പെടുത്തുന്ന ഒരു നിയമം, തൊഴിൽ പണിയില്ലാത്തവന് അവകാശമാണ് സ്ഥാപിക്കുന്ന ഒരു നിയമം. ആ നിയമത്തിൻ്റെ അലകും പിടിയും മാറ്റി ആവശ്യമുണ്ടെങ്കിൽ പണി കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയായിട്ട് അത് കൊണ്ടുവരികയാണല്ലോ. രാജ്യത്തിലെ ഫെഡറലിസത്തെ ഇതുപോലെ അപമാനിച്ച ഒരു നിയമം വേറെ ഏതുണ്ട്? നേരത്തെ പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്തു വന്നിട്ടുള്ള ഫണ്ട് 40% സ്റ്റേറ്റിന് വഹിക്കണം എന്ന് പറയുന്ന എത്ര അന്യായമായ നിലപാടാണ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഈ പദ്ധതിക്ക് അവധി പ്രഖ്യാപിക്കാൻ അതിനുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നു. രാജ്യത്താകെ നടക്കുന്ന പദ്ധതിയാകെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കും എവിടെ പദ്ധതി വേണം, എത്ര പണം കൊടുക്കണം, അതുപോലെ ഏത് പദ്ധതിക്കെല്ലാം അംഗീകാരം വേണം. ഇതെല്ലാം രാജ്യത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അധികാരമാകെ എടുത്തു കളഞ്ഞ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ആകെ നോക്കുകുത്തികളാക്കി ആ അധികാരമാകെ തന്നെ ഏറ്റെടുക്കുന്ന ഒന്നാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന റാംജി നിയമം. അതോടൊപ്പം തന്നെ ഇപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. രാഷ്ട്രപിതാവിൻ്റെ പേര് എത്ര നിർലജ്ജമായിട്ടാണ് അവർ ഈ നിയമത്തിലൂടെ വലിച്ചെറിഞ്ഞ് കളയുന്ന തീരുമാനമെടുത്തത് എന്ന് മാത്രമല്ല, ഇതിലിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന റാമാര വലിയ നിലക്ക് വന്നിരിക്കുന്ന വിമർശനം ഈ റാം എന്ന് പറയുന്നത് നാത്തൂറാമാണെന്നാണ്. മഹാത്മാഗാന്ധിയെ കൊന്ന മനുഷ്യൻ്റെ പേരിൽ ഒരു നിയമത്തെ മാറ്റിയെടുക്കാനുള്ള തീരുമാനം വന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അല്പമെങ്കിലും രാഷ്ട്രീയ മര്യാദ കോൺഗ്രസിനുണ്ടെങ്കിൽ ഏറ്റവും ഏറെ തിളച്ചു മറിയേണ്ട പാർട്ടി കോൺഗ്രസ് അല്ലേ? തങ്ങൾ കൊണ്ടുവന്നൊരു നിയമവാദത്തിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നു. ഇന്ത്യ ആകെ ആദരിക്കുന്ന മഹാത്മാവിൻ്റെ പേര് തന്നെ വെട്ടിക്കളയുന്നു. ഇങ്ങനെ ഒരു കാര്യം വന്നാൽ പ്രതിഷേധം തിളച്ച് പൊങ്ങണ്ടേ ഇവരുടെ ഭാഗത്തുനിന്ന്? ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവർ കാണുന്നത് എന്താ? 17-ാം തീയതിക്ക് ശേഷം ഈ നാടാകെ കണ്ടുകൊണ്ടിരിക്കുന്നത് തിളച്ചു മറിയുന്ന പ്രതിഷേധമാണ്. രാജ്യത്താകെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം നരേന്ദ്രമോദി ഗവൺമെൻറ് കാണിച്ച സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ നിയമനിർമ്മാണത്തിനെതിരായിട്ട് സംഘടിതമായ നിലയ്ക്ക് മുന്നോട്ടേക്ക് വരികയാണ്. രാജ്യത്തിലെ പ്രധാന പ്രതിപക്ഷം അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? രാജ്യമാകെ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ഉലയുമ്പോൾ എങ്ങനെ തോന്നുന്നു അവിടെ പോയി ചായ സൽക്കാരം സ്വീകരിക്കാൻ? അത് കേവലമായിട്ട് യാതൊരു കാര്യമില്ല, പാർലമെന്ററി മര്യാദയാണ് എന്ന് പറയുന്ന ആളോട് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വേണ്ടി വന്നാൽ അത് പാർലമെന്ററി മര്യാദയല്ല, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നാൽ പാർലമെന്ററി മര്യാദയല്ല, ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോയാൽ അത് പാർലമെന്ററി മര്യാദയല്ല. പാർലമെന്ററി മര്യാദ എന്താ? ഗവർണറുമായി പോലും, സംസ്ഥാനത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണറുമായി സംസാരിക്കുന്ന പോലും പാർലമെന്ററി മര്യാദ അല്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ടാണ് ചായ സൽക്കാരത്തിന് പോയത്. അതെ 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 മാത്രമല്ല കേരളത്തോട് ഇത്ര കടുത്ത വഞ്ചന കാണിച്ചൊരു ഗവൺമെൻറ്
വറിയുണ്ടോ? ആ സംസ്ഥാനത്തിന് പ്രതിനിധിയല്ലേ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി? നിഷേധിക്കാൻ വേണ്ടി കഴിയോ? അവര് MP ആയി നിൽക്കുന്നത് ഈ കേരളത്തിലെ MP എന്നുള്ള നിലക്കല്ലേ? ഈ കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോലും ക്രൂശിക്കാൻ പോകുന്ന ആര്യ? കേരളത്തെ അല്ലേ? കേരളത്തിന്റെ കടത്തിന്റെ സംഖ്യ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇപ്പോഴാണല്ലോ. ഇങ്ങനെ തികച്ചും ശത്രുതാപരമായിട്ട് കേരളത്തോട്, താൻ പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനത്തോട് അനീതി കാണിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ചായ സൽക്കാരം സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഈ പ്രതിഷേധ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ അവർക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, വലിയ നിലക്ക് BJP ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നതാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ 41 സീറ്റുകളിൽ BJP ജയിച്ച സ്ഥലങ്ങളിൽ എന്തേ കോൺഗ്രസ് മൂന്നാമത്തെ പാർട്ടിയായി പോയത്? നേരത്തെ രണ്ടാമത്തെ കക്ഷിയായ കോൺഗ്രസ് എന്തേ അവിടെ വീണ്ടും പുറകിലേക്ക് വരുന്ന ലീഡായത്? അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, അവർ ജയിച്ചിരിക്കുന്ന 10 മണ്ഡലങ്ങളിൽ അവർക്ക് സീറ്റ് കിട്ടിയിരിക്കുന്ന വോട്ട് 1000-ൽ താഴെയാണ്. അവിടെ എല്ലാം നേരത്തെയുള്ള വോട്ട് 2500, 3000 വോട്ടാണ്. അതിൽ തന്നെ 4-5 സീറ്റുകളിൽ 400 താഴെ വോട്ടാണ്. BJPക്കാരുടെ വോട്ട് കോൺഗ്രസ് വാങ്ങുക, കോൺഗ്രസിന്റെ വോട്ട് BJPക്കാർ എത്ര സ്ഥലങ്ങളിലാണ്? ആലപ്പുഴയിലുണ്ട്, കോട്ടയത്തുണ്ട്, കൊല്ലത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്. ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഈ അന്യായമായിട്ട് ബാന്ധവം നടത്തിയിരിക്കുന്നത്? അപ്പോൾ അവർ തുടരാൻ പോകുന്ന അധികാര കസേരയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടുമാവാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, രാജ്യത്തിൽ ഈ പറയുന്ന വർഗീയ വിഷം ചീറ്റാനുള്ള നിലപാടുകളുമായിട്ട് അവർ മുന്നോട്ടേക്ക് വരുമ്പോൾ ഏതിനാ കോൺഗ്രസിന് പിന്തുണയില്ലാത്തത്? ഇപ്പോൾ ഇവിടെ രാമക്ഷേത്ര മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കല്ലുകളുടെ പൂജക്ക് കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ട്, കല്ലുകൾ അയച്ചു കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സഹായമെല്ലാം കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നിലപാട് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. പൊതു അവധി പോലും പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കോൺഗ്രസിനുണ്ട്. അപ്പോൾ വളരെ അന്യായമായ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് വർഗീയവാദികളുമായിട്ട് വിട്ടുവീഴ്ച കാണിക്കാൻ മാത്രമല്ല അവരുമായിട്ട് ബാന്ധവം ഉണ്ടാക്കാൻ ഉൾപ്പെടെയുള്ള സമീപനം സ്വീകരിക്കാൻ അവർക്ക് മടിയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കേരളത്തിലെ നേരത്തെയുള്ള KPCC പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, ഈ മാർക്സിസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് RSSന്റെ ശാഖ രക്ഷിക്കാൻ കാവൽ നിന്നയാൾ ഞാനാണ്. ഇവിടെ RSS നേതാവിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ വണങ്ങാൻ വേണ്ടി താല്പര്യം കാണിച്ച ആളാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. അപ്പോൾ BJPയോട് രാഷ്ട്രീയ വൈരമല്ല, അവരുടെ നിലപാടുകളോടുള്ള രാഷ്ട്രീയ എതിർപ്പല്ല, അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് എന്തു വൃത്തികേടുമാവാം, അവരുമായിട്ട് വേണമെങ്കിൽ ബാന്ധവമാവാം, അവരുമായിട്ട് സീറ്റ് ചർച്ചയാവാം, അവർക്ക് കീഴടക്കി കൊടുക്കലാവാം. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപിതമായ ദൃഷ്ടാന്തമാണ് ഇത്ര കൊടുത്ത അന്യായം. ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയെ അവമാനിക്കുന്നതിന് തിരിച്ചെത്താം മാസ്റ്റർ.